ആമേൻ. യൗവനക്കാർ ദർശനങ്ങളെ കാണുമ്പോൾ എന്നെ വിളിച്ചത് സോഷ്യൽ മീഡിയയിലെ വിഡിത്തങ്ങൾ കേൾക്കാനല്ല, സോഷ്യൽ മീഡിയയിലെ ആവശ്യമില്ലാത്തത് കാണാനല്ല. എൻ്റെ ദൈവം എന്നെ വിളിച്ചത് ദർശനങ്ങളെ കാണാനാ. എൻ്റെ ദൈവം എന്നെ വിളിച്ചത് അന്ത്യകാല ഉണർവിൻ്റെ വക്താക്കളായിട്ടാ. ഇവിടെ ദൈവസന്നിധി ദാസനെന്നോ ദാസിയെന്നോ, ആമേൻ, വൃദ്ധനെന്നോ വൃദ്ധയെന്നോ ദാസനെന്നോ അല്ലെങ്കിൽ യൗവനക്കാരനെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ല. ആമേൻ. സകല ജഡത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ആത്മാവിറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആമേൻ, പിന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ല, ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ മുമ്പോട്ട് പോകും. ഇതൊന്നും വേണ്ടെന്നല്ല, ഇത് ആമേൻ എല്ലാത്തിനും ഒരു അതിര് വെക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയയ്ക്ക് വിട്ടുകൊടുക്കരുത്. പല മാതാപിതാക്കളും അവലംബിക്കുന്നൊരു കാര്യമാണ് കുഞ്ഞുങ്ങൾ എങ്ങനെയും ഒന്ന് ഒതുങ്ങിയിരിക്കാൻ ആമേൻ ഐപാഡോ മൊബൈലോ കൊടുത്തിട്ട് ഇഷ്ടമുള്ളത് കണ്ടു എവിടെങ്കിലും ഇരുന്നോളാനെന്നും പറഞ്ഞു കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ദൈവം കുഞ്ഞുങ്ങളെ തരുമ്പോൾ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആമേൻ. അവർ നിങ്ങളുടെ അടുക്കലിരുന്ന് നോക്കിക്കോട്ടെ, പക്ഷെ എല്ലാത്തിനും ഒരു ടൈം വയ്ക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ പ്രായപൂർത്തിയായിട്ട് 20 വയസ്സാകുമ്പോൾ ആമേൻ പോരാട്ടം അടിച്ചു എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നടക്കുന്നതിൽ ഒരർത്ഥവുമില്ല.